നമ്മൾ മലയാളികൾക്ക് ഒരു വൈകുന്നേരം ചായ കുടിയില്ലാത്ത ദിവസം ഉണ്ടാവില്ല അല്ലേ? അങ്ങനെ ഞങ്ങളും ചായ കുടിക്കാൻ ഇറങ്ങി. എപ്പോഴും ഹോസ്റ്റലിൽ നിന്ന് ചായ കുടിച്ച് മടുത്ത്. പിന്നെ എപ്പോഴെങ്കിലും പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചായ കുടിക്കണമല്ലോ. അങ്ങനെ ഒട്ടുമിക്ക ദിവസങ്ങൾ ഞങ്ങൾ പുറത്തുനിന്ന് ചായ കുടിക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് വേറൊരു കടയിലാണ് കേട്ടോ കയറി. എപ്പോഴും പോകുന്ന കടയിലല്ല ഇന്ന് ചായ കുടിക്കാൻ കയറിയത്. പിന്നെ അളകെ ഒരു വിത്തൗട്ട് ചായ പറഞ്ഞു. പിന്നെ ഞങ്ങൾ രണ്ടാളും, ഞാൻ റോഹിൻ കൂടി ഒരു പപ്സ് പറഞ്ഞു. അളകെ വേറെ എന്തോ ഒരു സാധനം കഴിച്ചു. പിന്നെ ഞങ്ങൾ നേരെ സുഭാഷിലേക്കാണ് കേട്ടോ പോയത്. സുഭാഷിൻ്റെ പുറത്ത് കുറേ കളിപ്പാട്ടങ്ങൾ തൂക്കിയിട്ടുണ്ടാവും. ഇന്ന് കുറേ സ്കൂൾ പിള്ളേരുണ്ടായിരുന്നു സുഭാഷിൽ. ടൂർ ഉണ്ടെന്ന് ഞാൻ തോന്നുന്നു. കുറേ പിള്ളേരുണ്ടായിട്ടുണ്ടായിരുന്നു. ആ മരം നിറച്ചും പിള്ളേർ കയറി. ആ മരം കാണാത്ത വിധത്തിൽ പിള്ളേരുണ്ടായിരുന്നു ആ മരത്തിൽ. പിന്നെ ഞങ്ങൾ കുറേ വർത്താനമൊക്കെ പറഞ്ഞു. ഇങ്ങനെ വൈകുന്നേരം സുഭാഷിൻ്റെ ഈ സൈഡിലിരുന്ന് വർത്താനം പറയാം, അതൊരു വേറെ രസമാണ്. പിന്നെ ക്ലാസ് കഴിഞ്ഞ് ഞങ്ങൾ നേരെ സുഭാഷിലാണ് എപ്പോഴും വരാറ്. പിന്നെ ഞങ്ങൾ ദൂരെ പടക്കം പൊട്ടുന്നുണ്ട്. അവിടെ എന്തോ പരിപാടി ഉണ്ടായതാന്ന് തോന്നുന്നു. നല്ല രസം ഉണ്ടായിരുന്നു. ഈ ഫോണിൽ കാണാൻ നടക്കുന്നതല്ല, കുറേ സമയം പൊട്ടുന്നുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങളൊരു അവൽ മിൽക്ക് കഴിക്കാൻ എന്നിട്ട് പോയത്. ഒരു കടയിൽ കയറി അവിടെ അവൽ മിൽക്ക് എഴുതി വെച്ചിട്ടുണ്ട്. ചോദിക്കുമ്പോൾ അവൽ മിൽക്ക് ഇല്ല. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വേറൊരു സ്ഥലം പിടിക്കാന്ന് വെച്ചാൽ ഇക്കാൻ്റെ കടയിലേക്കാണ് പോയത്. അവിടെ ഇക്കാൻ്റെ കടയിൽ അവൽ മിൽക്ക് കിട്ടും. അളകൊരു സോഡ പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും 2 അവൽ മിൽക്കും പറഞ്ഞു. ഈ അവൽ മിൽക്കിൽ നിറയെ കടലയാണ് കേട്ടോ. കടല കടിച്ച് കടല ഓവറായിരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഇത് കിട്ടില്ലല്ലോ. പിന്നെ ഞങ്ങളത് കഴിച്ചിട്ട് പുറത്തിരുന്നു.